ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ. ഈശോ ഇന്ന് നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് വന്നിട്ട് ഒരു തർക്കം ഉന്നയിക്കുകയാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നു, അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരെന്തേ ഉപവസിക്കാത്തത്? ഈശോന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഈശോ പറഞ്ഞു വയ്ക്കുക, ഞാൻ കൂടെ ഉള്ളപ്പോൾ അവർ ആനന്ദിക്കേണ്ടവരാണ്. ഞാൻ ഇല്ലാതായിത്തീരുന്നു എന്നതാണ് അവരുടെ സങ്കടം, അല്ലെങ്കിൽ അവർ സാക്രിഫൈസ് എടുക്കേണ്ടത്. ഈശോയുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ കൂടെ ആനന്ദിക്കുവാനായിട്ടുള്ളതാണ്. ഈശോ ആത്മീയതയ്ക്കൊരു പുതിയ വേർഷൻ ഇവിടെ കൊടുക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. നീ ഉപവാസം എടുക്കാറുണ്ടാവും, നോമ്പ് എടുക്കാറും. ഇതൊക്കെ നിനക്കൊരു ഭാരമായി തീരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നതാണോ? അതോ ഇത് നിനക്ക് ഒരു ആനന്ദത്തിന് കാരണമാകുന്നുണ്ടോ? ഈശോയുടെ കൂടെയുള്ളൊരു ആനന്ദം നിനക്കിത് പ്രദാനം ചെയ്യുന്നുണ്ടോ? നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഏറെ വിലയിരുത്തേണ്ട ഒരു വസ്തുതയാണിത്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. നിന്നോട് കൂടെ ആനന്ദിക്കുവാനായിട്ട്, ആത്മീയത ഒരിക്കലും ഒരു ഭാരമാകാതെ നിന്നോട് കൂടെയുള്ള സന്തോഷിക്കലാക്കി മാറ്റുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയും വ്യക്തിയുടെ ചുറ്റുപാടുകളെല്ലാം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്തെ ജയിച്ചവന് ഇഞ്ചങ്ങലകൾ തകർത്തു. ഈശോവിൻ നാമത്തിൽ രക്ഷ. ഈശോനാഥ അങ്ങേ